അർജന്റീന ടീമും കേരളത്തിൽ എത്തുമോ? റിപ്പോർട്ടറും ഏഷ്യാനെറ്റും തമ്മിൽ നല്ല പൊരിഞ്ഞ അടിയും നടക്കുകയാണ്. എന്നോട് ചോദിച്ചാൽ എനിക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല. എത്തുമെന്നതാണ്ട് ഇന്നത്തെ കുറച്ച് ലൈവിൽ ഇതിങ്ങനെ വലിയ ആവേശപൂർവ്വം ഗ്യാലറിയുടെ ആരവമൊക്കെ കാണിച്ചുകൊണ്ട് ഇതിൻ്റെ സ്പോൺസർമാരായിട്ടുള്ള റിപ്പോർട്ടർ ചാനലിൻ്റെ, അതായത് ഇതിൻ്റെ സ്പോൺസറുടെ കീഴിലുള്ള റിപ്പോർട്ടർ, അതാണ് ശരിയായിട്ട് പറയേണ്ടത്, സ്പോൺസറുടെ കീഴിലുള്ള റിപ്പോർട്ടർ ചാനൽ വരെ ആവേശവും ആരവവും കാണിക്കുന്നതല്ലാതെ കൃത്യമായിട്ട് എന്ന് വരും എന്ന് ഉറപ്പിച്ച് പറയുന്നില്ല. ടു ബി ഓർ നോട്ട് ടു ബി എന്ന് ഹാംലെറ്റ് രാജകുമാരൻ പറഞ്ഞതുപോലെ ഒക്ടോബറിലോ നവംബറിലാണെങ്കിൽ ഏത് ദിവസം, ഈ കാര്യത്തിൽ ഒരു ഉറപ്പും കിട്ടിയിട്ടില്ല. ഞാൻ ചോദിക്കുന്ന മന്ത്രി കഴിഞ്ഞ ദിവസം അഭിമുഖം പത്രക്കാർക്ക് കൊടുത്തു. അതിന് മന്ത്രി ഒരു ഉറപ്പും പറയുന്നില്ല. പറഞ്ഞതെന്താണെന്നറിയാമോ? അതായത് സ്പോൺസർ അർജന്റീനൻ ടീമിന് പണം അടച്ചു കഴിഞ്ഞാൽ അവർ വരും. ഈ സ്പോൺസറെ വിളിച്ചു ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞതെന്നറിയാമോ? അവർ തീയതി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പണം അടയ്ക്കും. ഇതിപ്പോൾ മുട്ടയാണോ ആദ്യം ഉണ്ടായത്, കോഴിയാണോ ആദ്യം ഉണ്ടായത് എന്നുള്ള മട്ടിലുള്ള ഒരുതരം സാങ്കേതികമായിട്ടുള്ള ചോദ്യങ്ങളും ചിഹ്നങ്ങളുമാണ്. ഇന്ന് നമുക്കിപ്പോൾ ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നത്, മെസ്സിയെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുന്നത്, ഇതിൻ്റെ കൃത്യമായ തീയതി തീരുമാനിച്ച് ഇന്ന സ്റ്റേഡിയത്തിൽ ഇത് നടക്കുമെന്ന് പറയുമ്പോഴേ പറ്റൂ. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ പോലും ഇത്രയും ഉത്തരവാദിത്തം കാണിക്കുമ്പോൾ ഈ മന്ത്രി വി അബ്ദുറഹ്മാൻ എന്തിനാ മുന്നേ കൂട്ടിയിട്ട് മെസ്സി വരും കേരളത്തിൽ കളിക്കുമെന്ന് പറഞ്ഞത്? മന്ത്രിക്കൊരു ഉത്തരവാദിത്തമില്ലേ? ഈ മന്ത്രി തന്നെ ഇന്നലെ കൈമലർത്തുകയാണ്. കഷ്ടം തോന്നിപ്പോയി സത്യം. ഞങ്ങളുടെ അതിന് 2000 കോടി രൂപ വേണ്ടേ? അതിന് ഞങ്ങളുടെ ഈ പണമില്ല. 2 കോടി രൂപ പോലും ഇല്ലാതെ ഞങ്ങൾ വിഷമിക്കുക. ഗാലറി ഒന്നും മെയിൻ്റനൻസ് ചെയ്യാനുള്ള പണമില്ലാതെ മന്ത്രി കിടന്ന് കഷ്ടപ്പെട്ടത്. അങ്ങേരുടെ ആ നിരപരാധിത്വം വ്യക്തമായി, അങ്ങേരുടെ പാവത്വം വെളിപ്പെട്ടു. പക്ഷേ എന്തിനാ മന്ത്രി താങ്കൾ ഈ മുന്നേ കൂട്ടി മെസ്സി കേരളത്തിൽ വരും, അർജന്റീന കളിക്കും, മെസ്സിയെ കാണാവുന്ന ഒരു ആവേശം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയത്? എന്തിനാ അവരെ പറഞ്ഞു പറ്റിച്ചത്? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങളാണോ നിങ്ങൾ പറയുന്നത്? അതേ അഭിമുഖത്തിൽ തന്നെ ഞാനൊരു കാര്യം കൂടെ കണ്ടു. VT ബൽറാം പത്രക്കാർ ചോദിക്കുക, അവരുടെ കൗശല ചോദ്യങ്ങളുണ്ടല്ലോ, അതിന് തെറ്റ് പറയാനൊന്നുമില്ല, അവരുടെ ജോലിയുടെ ഭാഗം. ചോദിച്ചു, VT ബൽറാം പറഞ്ഞല്ലോ ഇങ്ങനെ ഈ മെസ്സിയുമായിട്ടുള്ളൊരു ടൂർണമെൻറ്റ് ഇവിടെ നടക്കുമ്പോൾ അത് UDF-ന് തെരഞ്ഞെടുപ്പിനൊരു നേട്ടം ഉണ്ടാക്കുമെന്ന്. അപ്പം മന്ത്രി ചോദിക്കുക, പാവം എന്താ ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്കും ആയിരുന്നില്ലേ? ആരാ VT ബൽറാം? കോൺഗ്രസിൻ്റെ ഹരിതസേനയിലുള്ള യുവതുർക്കിയായിട്ടുള്ള VT ബൽറാമിനെ, കഴിഞ്ഞ ടൈമിലും MLA ആയിരുന്ന ആളിനെ, പരമയോഗ്യനായിട്ടുള്ള നന്നായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ കഴിവുള്ള ആളിനെ അദ്ദേഹത്തിനെ അറിയത്തില്ലെന്ന്. തൃത്താലയിൽ നിന്ന് MLA ആയിട്ട് ജയിച്ചു വന്ന ആളിനെ കേരളം മുഴുവൻ സുപരിചിതനായ വ്യക്തിയാണ്. യുവ വ്യക്തിത്വങ്ങളിൽ ഏറ്റവും തിളക്കമാർന്ന വ്യക്തിത്വങ്ങളിലൊന്നാണ്. അത് ആരാ VT ബൽറാം? മന്ത്രി ചോദിക്കുക പത്രക്കാരോട്. എന്നിട്ട് മന്ത്രി പറയുന്ന കോൺഗ്രസ് അല്ലേ? കോൺഗ്രസ്സുകാരൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്കെന്ത് പറയും? ഇത് സ്പോർട്സാണ്, രാഷ്ട്രീയമല്ല. എങ്കിൽ പിന്നെ രാഷ്ട്രീയം ചോദിച്ചത് എന്തിനാ VT ബൽറാമിൻ്റെ? രാഷ്ട്രീയം മന്ത്രി തന്നെയല്ലേ ചോദിച്ചത്? ഇതിന് രാഷ്ട്രീയമൊന്നുമില്ല എന്ന് പറയാം. അപ്പോൾ ഇത് രാഷ്ട്രീയമൊന്നുമില്ലെന്ന് പറഞ്ഞ് VT ബൽറാമിനെ എതിർക്കുകയാണ് കേട്ടോ. അപ്പോൾ മന്ത്രി എന്തിനായി രാഷ്ട്രീയം ചോദിച്ചതെന്ന് മനസ്സിലായോ രഞ്ജനിക്ക്? എൻ്റെ കുട്ടൻസ് പിടി കിട്ടിയോ? ആളിനെ അറിയാത്തതുകൊണ്ടാണോ? ആളിനെ അറിയാത്തതുകൊണ്ടാണോ? അല്ല, അതിൻ്റെ ഗുട്ടൻസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരനാണെങ്കിൽ അയാളെ സഹായിക്കാം, CPM-കാരനാണെങ്കിൽ മിണ്ടിയ മന്ത്രിയുടെ മന്ത്രി പദവി MLA സ്ഥാനം കിട്ടുകയല്ല. മനസ്സിലായോ? രാഷ്ട്രീയം നോക്കിയാണ് മന്ത്രി കളിക്കുന്നത്. ഇത് എന്തൊരു ശൈലിയായി മന്ത്രിസഭയുടെ, LDF മന്ത്രിസഭയ്ക്ക്. മെസ്സി വരുന്ന തീയതി പോലും നിശ്ചയിക്കുന്നതിന് മുമ്പ്, വരുമെന്ന് ഉറപ്പ് പോലും വരുന്നതിന് മുമ്പ് മെസ്സി വരുമെന്ന് പറയാം. എന്നിട്ട് ഇന്നലെ റിപ്പോർട്ടർ ചാനലിനും ഇപ്പം ഏഷ്യാനെറ്റും കൂടെ ഒരു താരയുദ്ധമായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. മാപ്രാ യുദ്ധം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരു മാപ്രാ യുദ്ധം അവർ തമ്മിൽ നടക്കുക. അപ്പോൾ ഇങ്ങനെ ആദ്യം ഇത് പുറത്തു കൊണ്ടുവന്ന് ഇത് നടക്കുമെന്ന് ഉറപ്പില്ല എന്നുള്ളത് അർജന്റീനിയൻ ടീമിൻ്റെ ഷെഡ്യൂളിനെ കുറിച്ച് ശരിക്കറിയാവുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ചോർത്തി കൊടുത്തതല്ല, അദ്ദേഹത്തിൽ നിന്ന് ചോർത്തിയെടുത്ത വിവരമാണ്. അതായത് അവരുടെ സാധാരണഗതിയിൽ ഈ ടീമുകൾ വൻ അന്താരാഷ്ട്ര ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള കാലുകളാണ് ഈ മെസ്സിക്കൊക്കെ ഉള്ളത്. അത്തരം കാലുകൾ എപ്പോഴും ഡിമാൻഡാണ്. ശരിക്കും പറഞ്ഞാൽ പോപ്പിനേക്കാൾ കൂടുതൽ ഡിമാൻഡാണ് ലോകമെല്ലാം സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്, കളിക്കാനും വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഒരാൾ, ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള കാലിട്ട ഒരാൾ, ബൂട്ടിട്ട ഒരാൾ കളിക്കാൻ പോകുമ്പോൾ അത് ഒരു വർഷത്തെ സ്കെഡ്യൂൾ ഒരുമിച്ചാണ് തീരുമാനം. അത്ര ഡിമാൻഡ് അടുത്ത വർഷത്തേക്കും കൂടെ പിന്നെയും ഡിമാൻഡ് കാണും. അങ്ങനെ ഒരു ഡിമാൻഡുള്ള ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒക്ടോബറിലെ പരിപാടി അദ്ദേഹം നോക്കി. ഒക്ടോബറിൽ ചൈനയിലാണ് കളി സീസൺ. അല്ല, ഇന്ന് റിപ്പോർട്ടർ ചാനലിൽ ഒരു സ്പെഷ്യൽ
എഡിഷൻ എന്ന് പറഞ്ഞ സ്പെഷ്യൽ ന്യൂസും ബ്രേക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ഒക്ടോബറിൽ വരാൻ സാധ്യതയുണ്ട്, അതിന് വേണ്ടുന്ന ഇത് ചെയ്യും. ഇതാണ് എനിക്ക് തമാശയായിട്ട് ഒരു പത്രസ്ഥാപനം സാധ്യതയുണ്ട്. ഈ സാധ്യതകൾ എന്തെല്ലാം ഉണ്ട്? ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഇനി ഒരു യുദ്ധം ഉണ്ടാകാൻ സാധ്യതയില്ലേ? അതൊക്കെ വിളിച്ചു പോകുന്നതാണോ പത്രപ്രവർത്തനം എന്ന് പറയുന്നത്? നിങ്ങൾ ഉറപ്പിക്കൂ എന്നാണ് വരാൻ സാധ്യതയെന്ന്. അത് പറയുമ്പോഴല്ലേ അത് വാർത്തയാവുന്നത്. ഇന്നലെ ആൻഡോ അഗസ്റ്റിൻ, പാവം മനുഷ്യൻ, അദ്ദേഹം വയനാട്ടിൽ കുട്ടികളെയും കൊണ്ട് പോയത്. ആ സമയത്താണ് ഈ ബഹളം. അദ്ദേഹമാണ് സ്പോൺസർ ചെയ്യാമെന്ന് ഏൽപ്പിച്ചത്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം വയനാട്ടിൽ കുട്ടികളെ കൊണ്ട് പോട്ടെ, സ്കൂൾ തുറക്കുന്നതിന് മുമ്പ്. അവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഈ വിളി വരുന്നത്. ചാനലിൽ നിന്ന് വിളിച്ചിട്ട് ദേ ഇങ്ങനെ അപ്പുറത്തെ ചാനലിൽ വാർത്ത പറയുന്നത്, നമ്മളെന്തോ പറയണം. ആൻഡോ അഗസ്റ്റിൻ പറയുന്നത് എന്താണെന്നറിയോ? നമുക്ക് ഇങ്ങനൊരു വാർത്ത കിട്ടിയില്ല. നമുക്ക് അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർക്കിത് അറിയില്ലെന്നാണ് പറഞ്ഞു. ഏതറിയില്ലെന്ന്? ഇങ്ങനെ കേരളത്തിലൊരു മാറ്റമുണ്ടെന്ന് അറിയില്ലെന്നാണോ? അല്ല, പുള്ളി പറയുന്നത് എന്താണ്? ഏഷ്യാനെറ്റ് കൊടുത്ത വാർത്ത അവർക്കറിയില്ലെന്ന്. ഇത് അർജന്റീന ടീമിന് അതും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. എന്തൊക്കെയാണ് ഇയാൾ ഈ വിളിച്ചു പറയുന്നത്? എന്നിട്ട് പറയുകയാണ് നമുക്കിതുവരെ അങ്ങനെ ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല. അത് തന്നെയാണ് പ്രശ്നം. നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടിയിട്ടില്ല എന്ന് വരുമെന്ന്, എന്ന് പണമടയ്ക്കണമെന്ന്. അതിനിടയ്ക്ക് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആകെപ്പാടെ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പണം കൊടുക്കുന്നതിന്, ഇത്രയും തുക കൊടുക്കുന്നതിന് RBIയുടെ ഒരു ക്ലിയറൻസ് വേണം. RBIയുടെ ക്ലിയറൻസ് വേണം. അതുവരെ ഇത് ശരിയായിട്ടില്ലായിരുന്നു. ഇപ്പോൾ അതിനുള്ള ക്ലിയറൻസ് കിട്ടി. അതാണിപ്പോൾ പറയുന്നത്. അല്ല അർജന്റീനിയൻ ടീമിൻ്റെ ക്ലിയറൻസ് കിട്ടിയെന്നല്ല പറയുന്നത്. അവരോട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് പറയും? ഞങ്ങൾ വരാം, നോക്കട്ടെ എന്ന് പറയും. ഈ നോക്കട്ടെ എന്ന് പറഞ്ഞു വെച്ചാണ് ഈ ഉറപ്പ് പറയുന്നത്. ഈ ഉറപ്പ് വരണമെങ്കിൽ രഞ്ജിനിക്ക് അറിയാമല്ലോ ഇതെന്ത് വേണം. അവർ കരാർ ഒപ്പിട്ടിട്ട് ആ കരാറിൽ ഒപ്പിട്ടിട്ട് നിങ്ങളുടെ തീയതി ഇന്നാണ്, വേണ്ട സൗകര്യങ്ങൾ ഇന്നതൊക്കെയാണ്, അതൊക്കെ അറേഞ്ച് ചെയ്യുമെന്ന് പറയും. ഇത് പറയുമ്പോഴാണ് നമുക്കൊരു ഉറപ്പ് കിട്ടുന്നത്. ഇത് വേണമെങ്കിൽ കാണിച്ചുകൊണ്ട് വേണമെങ്കിൽ ഞങ്ങളുടെ ക്രെഡിറ്റ് എന്നും പറഞ്ഞ് റിപ്പോർട്ടർ ചാനലിൽ എടുക്കാം. അതെടുക്കുന്നവരെ നമ്മൾ സംശയത്തിൻ്റെ ആനുകൂല്യത്തില എടുത്തു ചാടി ഈ ബ്രൂഹാഹ ഉണ്ടാക്കി വയ്ക്കുന്നതിൻ്റെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെയാണോ പത്രപ്രവർത്തനം? വരാതിരിക്കാൻ കയ്യാലപ്പുറത്തെ തേങ്ങയപ്പോൾ വന്നാൽ നല്ലത്, നമുക്ക് സന്തോഷമുണ്ട്. റിപ്പോർട്ടർ ചാനലിൽ നമ്മൾ വലിയൊരു കൈ അവർ എഗ്രിമെന്റ് ചെയ്താൽ വന്നെങ്കിലല്ല പറ്റും. ഇത് എഗ്രിമെന്റ് ചെയ്തിട്ടില്ല, അവരോട് സംസാരിച്ചിട്ടില്ല, യാതൊന്നും ചെയ്തിട്ടില്ല. ആ വാക്കാൽ പറഞ്ഞാൽ എങ്ങനെ ഉറപ്പാവുന്നത്? അത് വെച്ചുകൊണ്ട് ഞാൻ സ്പോൺസർ ആവാം. ഇപ്പോൾ എന്ത് മന്ത്രി പറഞ്ഞ എന്തിൻ്റെ പേരിലാണെന്നറിയാം. ഇപ്പം മനസ്സിലായതാ. റിപ്പോർട്ടർ ചാനലിലെ ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞു ഞാൻ ഇതിൻ്റെ സ്പോൺസറാകും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി പറഞ്ഞ് മെസ്സി വരും, കേരളത്തിൽ കളിക്കും. ഇതെന്തൊരു ഉറപ്പ്! സ്വന്തമായിട്ട് സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാനില്ല. ആരെങ്കിലും ഒക്കെ ചെയ്യുന്നതിലങ്ങ് ഇത് തന്നെയല്ലേ ഇപ്പം ചെയ്ത്. 60 റോഡുകൾ വന്ന് ആരുടെ പേരിലായി? മുഹമ്മദ് റിയാസിന്റെ, ആര്യ രാജേന്ദ്രന്റെ പേരിലായി. ഞങ്ങളുടെ മറ്റേ ബഡ്ജറ്റിൽ നിന്ന് എടുത്ത് ഈ പണം ഇവരുടെ റിയാസിന്റെ വീട്ടിൽ നിന്നോ ആര്യയുടെ വീട്ടിൽ നിന്നോ അല്ല. ഉടനെ റിയാസ് പറയുന്നത് കേന്ദ്രത്തിന് ഫണ്ട് ജനങ്ങളുടെ ടാക്സ് ആണ്. അപ്പൊ കേരളത്തിലെ ഫണ്ട് ആരുടെയാണ്? എന്നിട്ട് പറയുന്നത് കേന്ദ്രത്തിന്റെ അല്ല, ഞങ്ങൾ നിർമ്മിച്ചതായി റോഡുകൾ. 350 കോടി അവരുടെ, 350 കോടി ഇപ്പൊ CPM-ന്റെ സ്ഥിരം പണിയായിട്ട് വന്നിരിക്കുകയാണ്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും എടുത്തിടും, എന്തെങ്കിലുമൊക്കെ വികസനങ്ങൾ കൊണ്ടുവരും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടത്തുന്നതിന്റെ എല്ലാ ക്രെഡിറ്റും ഞങ്ങളാണ്. ഇപ്പോൾ വേണമെങ്കിൽ റിയാസ് ഒരു കാര്യം കൂടെ പറയും. പാകിസ്ഥാനുമായുള്ള യുദ്ധമേ ജയിച്ചത് പിണറായി വിജയന്റെ പിന്തുണ ഉണ്ടായതുകൊണ്ട് എന്നും പറയും. ആ പറയട്ടെ, നമുക്ക് കേൾക്കാൻ കുഴപ്പമില്ലല്ലോ. അല്ല, ഇനിയിപ്പോ CPM-ലെ ബ്രിട്ടാസിനെയൊക്കെ മറ്റേ ഇങ്ങോട്ട് വിടുന്നോണ്ട് മിക്കവാറും അത് തന്നെ പറയും. ബ്രിട്ടാസ് അങ്ങനെ സംസാരിച്ചത് കൊണ്ടാണ് മോദി രക്ഷപ്പെട്ടത്. ഇനി അതല്ല, പാകിസ്ഥാന് എല്ലാരും കൂടെ ചേർന്ന് നിൽക്കുവാണെങ്കിൽ, മറ്റുള്ള രാജ്യങ്ങള് കൂടെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ പറയും മോദിയുടെ കുറ്റം കൊണ്ടാണെന്ന് പറയും. ശശി തരൂരിനെ വിറ്റത് കൊണ്ടാ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ പോയത് കൊണ്ടാ ബ്രിട്ടാസ് അന്നേ പറഞ്ഞിരുന്നു എന്ന് പറയും. ഇങ്ങനെയൊക്കെ ഇവർ മാറിയും തിരിഞ്ഞ് ഇവര് ചിന്തിക്കുകയും ഒന്നും ആലോചിക്കാണ്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പൊ മെസ്സിയെ പോലുള്ള പന്തുകളിയിലേക്കൊന്ന് തിരിച്ചു വരാം, ഒന്ന് കറങ്ങി തിരിഞ്ഞ് അടുത്ത ഗോൾ പോസ്റ്റിലേക്ക് പോവാം. അതായത് ഇവിടെ ഇപ്പോൾ നടക്കുന്ന ഇപ്പം മത്സരം നടക്കണം, അതിനൊരു ടീം വേണമെന്ന് അവരുടെ ഒരു ആവശ്യം അർജന്റീനൻ ടീമിൻ്റെ. അപ്പോൾ ഇവിടെ നല്ലൊരു ടീം വേണം, അത് വേണമെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കാമെന്നൊക്കെ റിപ്പോർട്ടർ ചാനൽ പറയുന്നത്. ഇപ്പം പക്ഷേ മത്സരം നടക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസും റിപ്പോർട്ടർ ചാനലും തമ്മിലാണ്. ഏഷ്യാനെറ്റ് ആയിരുന്നു കുറേ കാലമായിട്ട് കുലപതികൾ, 1ാം സ്ഥാനം അലങ്കരിച്ചുകൊണ്ടിരിക്കുക. ആർക്കും അടുക്കാൻ പോലും, മനോരമ, മാതൃഭൂമി ഒക്കെ കൂടി വിചാരിച്ചിട്ട് 1ാം സ്ഥാനത്തിന് അടുത്തൊന്നും എത്താൻ പറ്റിയില്ല. ഇതേ നമുക്ക് ഇന്നലെ വന്ന പയ്യൻ അരുൺ, പിന്നെ ഞാൻ ഈ രംഗത്തേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നു, അതിൽ അഭിമാനമുണ്ട്. അതായത് ഈ സംവാദ രംഗത്തേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്ന് കൈപിടിച്ച് കൊണ്ടുവന്ന് ഞാൻ, അദ്ദേഹത്തിന് ഇപ്പോഴും ഓർമ്മയുണ്ടത്. അദ്ദേഹം നടത്തുന്ന ഒരു ചാനൽ, ജേർണലിസം പോലും പഠിച്ചതല്ല, പൊളിറ്റിക്കൽ സ്റ്റുഡൻറ്റ് ലെക്ചറുമായിരുന്ന അവൻ നടത്തുന്ന ചാനൽ, അവനെ ഞാൻ പറഞ്ഞോട്ടെ, ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ കല്യാണത്തിനുമൊക്കെ ഞാൻ പോയിരുന്ന അദ്ദേഹം നടത്തുന്ന ചാനൽ നമ്പർ 1 സ്ഥാനത്തേക്ക് വന്നതിന് ഞാൻ ഒരു വലിയ കയ്യടി അരുണിന് കൊടുക്കുകയാണ്. പക്ഷേ അരുണെ വാർത്ത കൊടുക്കുമ്പോൾ അത് കൺഫേം ചെയ്ത വാർത്തകൾ മാത്രമേ
കൊടുക്കാൻ പാടുള്ളൂ. അല്ലാത്തതൊക്കെ നമ്മൾ തള്ളിക്കളയണം. അത് ഊഹമുണ്ടെങ്കിൽ അത് ഊഹമായിട്ട് തന്നെ കൊടുക്കണം. ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കാര്യങ്ങൾ പറയാവൂ. അല്ല അബ്ദുറഹ്മാനെ പോലെ കേരളത്തിൽ വരും കളിക്കും ഇങ്ങനെയൊക്കെയുള്ള കപട വാഗ്ദാനങ്ങൾ നൽകി ആൾക്കാരെ പറ്റിക്കരുത്. ഉറപ്പായതിനു ശേഷം പറയാം.